இப்போ நீங்கள் நினைக்கிற அந்த ஹார்ன் வந்து வேறு எதுவுமே கிடையாது. அது வேறு யாரும் இல்லை, நான் தான். ജയിലർ അൺലോക്ഡ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നല്ല പച്ചക്കറി നോക്കി വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ കേൾക്കേയില്ല. അതിനത് ഞാനിത് നട്ട് നനച്ചു വളർത്തി വിളവെടുത്തോണ്ട് വരുന്നതല്ല. അതാ പറഞ്ഞത് നോക്കി വാങ്ങണമെന്ന്. ഇതിനകത്തെല്ലാം പുഴുവാ. കത്രികകളിൽ പിന്നെ പുഴുവല്ലാതെ പുല്ലിരിക്കൂ. ഓഞ്ഞ തമാശ പറയല്ലേ, കത്തി എന്റെ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങളോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട പരിപാടി കാണിക്കില്ലെന്ന്. കറിക്ക് അരിഞ്ഞു വെച്ചാൽ ആകെ പുഴുവില്ലാത്ത ക്യാരറ്റേ ഉള്ളൂ, അത് അങ്ങേരും കൊണ്ടുപോയി. ചേട്ടച്ചൻ ഇവിടുന്ന് പോവാനാ ഞാൻ അവിടെ മാറി നിന്നെ. എന്താടി ഇത്ര രഹസ്യം? എന്ത് രഹസ്യം? എല്ലാം ഇവിടെ പരസ്യമായിട്ടല്ലേ നടക്കുന്നേ. കാടയിലും പടർപ്പയിലും കയറാതെ ഈ കാര്യം എന്താന്ന് വെച്ചാ പറസില്ലു. ഓ, സിദ്ധുവേട്ടൻ ഇവിടെ നിയമപുസ്തകം അരച്ചു കലക്കി കുടിക്കുക ആ ഡോക്ടർ നിരഞ്ജനെ രക്ഷിക്കാൻ. അവനപ്പൊ 2 കൽപ്പിച്ചല്ലേ? 4 കൽപ്പിച്ച. കഴിഞ്ഞ ദിവസം ആ നിത്യ വിളിച്ചപ്പോ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. കേട്ടിട്ട് തന്നെ എനിക്ക് ഭയമായി. എന്ത് കാര്യം? കൊല്ലപ്പെട്ട ഡോക്ടർ സുനിതയുടെ പിന്നിൽ ഒരു വലിയ മരുന്ന് മാഫിയ ഉണ്ടെന്നും സുനിത ഡോക്ടറെ കൊന്നവരെ ആര് സഹായിക്കാൻ ചെന്നാലും അവരെയൊക്കെ ആ മരുന്ന് മാഫിയ തീർത്ത് കളയുമെന്നും. ആ അപകടത്തിലേക്കാ സിദ്ധുവേട്ടൻ ഡോക്ടർ നിരഞ്ജനെ രക്ഷിക്കാനായിട്ട് ചെന്ന് കയറുന്നത്. ഒടിയാനെ കൊണ്ട് ഈ ചെറുക്ക് മനുഷ്യന് മനസ്സമാധാനം തരത്തില്ലല്ലോ. ഒരു വശത്ത് മയൂരിയും വീട്ടുകാരും, ഇപ്പുറത്തെ മരുന്ന് മാഫിയ. ഇതിനെല്ലാം കാരണക്കാരിയായി അവന്റെ ചോര ഊറ്റി കുടിക്കാൻ യക്ഷദേവികി. അച്ഛനോട് പറയണം കാര്യത്തിന്റെ ഗൗരവം സിദ്ധുവേട്ടനെ പറഞ്ഞു മനസ്സിലാക്കാം. അച്ഛൻ പറഞ്ഞത് തന്നെ. സാഹിബിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നതാണല്ലോ അച്ഛന്റെ രീതി. ഒരു പുത്രവാത്സല്യം. എന്ത് വേണോന്ന് എനിക്കറിയാം. നീ ഇങ്ങോട്ട് വാ. എന്താ ചേച്ചിയമ്മ? ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്?